ഇങ്ങനെ കിടന്ന് കരയാൻ മാത്രം ഇപ്പം ഇവിടെ എന്താ ഉണ്ടായേ? നിനക്കിഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ ഇന്നുവരെ ഈ അമ്മ നിർബന്ധിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇത് അമ്മ പറയുന്നത് മോൾ അനുസരിക്കണം. പെൺകുട്ടികൾ വളർന്ന് വിവാഹപ്രായമായ അവരെ യോഗ്യനായ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ അമ്മമാരുടെ ഉള്ളിൽ തീയായിരിക്കും. എൻ്റെ മോൾ എന്താ അത് മനസ്സിലാക്കാത്തത്? ഇത്ര വിഷമിക്കാനൊന്നുമില്ല. അവർ നല്ല ആൾക്കാരാ മോളെ. നീ ഇത് സമ്മതിക്കണം, ഈ അമ്മയ്ക്ക് വേണ്ടി. ശരിയാണ്, അച്ഛൻ മരിച്ചത് പിന്നെ അമ്മയ്ക്ക് നീയും നിനക്ക് അമ്മയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്നും അത് പോരല്ലോ. നിന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാളെ നിനക്ക് ആരും ഇല്ലാണ്ടാവും. അയ്യേ, അതെങ്ങനെ അമ്മ ഒറ്റയ്ക്കായി പോകുന്നത്? നിങ്ങളിവിടെ അടുത്ത് തന്നെയല്ലേ? ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ. പിന്നെന്താ, എപ്പോൾ വേണമെങ്കിലും നിനക്ക് അമ്മയെ കാണാൻ വരാം. അതുപോലെ അമ്മ അങ്ങോട്ടും വരുമല്ലോ. അമ്മയെ വിചാരിച്ച് എൻ്റെ മോള് വിവാഹം വേണ്ടാന്ന് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് അങ്ങ് പോവും. മിടുക്കി. അപ്പോൾ എണീറ്റ് കണ്ണു മുഖമൊക്കെ കഴുകിയിട്ട് അപ്പുറത്തേക്ക് വാ. വിശക്കുന്നു, നമുക്കെന്തെങ്കിലും കഴിക്കാം. വാ. എവിടെ? റെഡിയായോ? നോക്കട്ടെ. ഈ സാരി എൻ്റെ മോൾക്ക് നന്നായി ചേരുന്നുണ്ട് അല്ലേ എടുത്തി? അയ്യേ, എന്തിനാ അമ്മയുടെ മോൾ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നത്? എൻ്റെ മോൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവും. വാ, ഇറങ്ങാൻ സമയമായി. സദ്യയൊക്കെ നന്നായില്ലേ? ആരും മോശമൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ആകെപ്പാടെ ഒരു വെപ്രാളമായിരുന്നു. എന്താ വേണ്ടേ, എങ്ങോട്ടാ ഓടണ്ടേ, ഒറ്റയ്ക്ക് തന്നെ വേണ്ടേ? അല്ല, രാജേട്ടനൊക്കെ ഉണ്ടപ്പാ. എന്നാലും എത്രയൊക്കെ നോക്കിയാലും അവസാനം ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. രമേച്ചി, പായസം വലിയ തൂക്കിലെടുത്തോ കേട്ടോ. തോരൻ ഇതിനകത്തെടുക്കാം. ആ വലിയ ചെരുവ നിറയെ സാമ്പാറായിരിക്കുന്നത്. പക്ഷെ പാത്രമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് കൊണ്ടുവച്ചിട്ട് വരുമ്പോഴേ ഒരു പാത്രം ഇങ്ങോട്ട് എടുത്തോ. വെറുതെ എന്തിനാ കളയുന്നേ? തിളപ്പിച്ച് വെച്ചാൽ നാളെ കൂട്ടിക്കൂടെ? ദാ. മോളാ. ഹലോ മോളെ. എൻ്റെ മോൾക്ക് സുഖമല്ലേ? എന്താ മോളെ ഇത്? എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. വേണ്ട വേണ്ട, നീ കരഞ്ഞു വിളിച്ച് അവനെ കൂടെ ബുദ്ധിമുട്ടിക്കല്ലേ. നാളെ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. രമേശോട് വൈകുന്നേരം കൂട്ടുകിടക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. സമാധാനമായിട്ടിരിക്കും എൻ്റെ മോള്. ശരി എന്നാ, അമ്മ വെക്കട്ടെ? ഏയ്, ഞാൻ കരയുന്നൊന്നുമില്ല. ഇന്നലെ വരെ എൻ്റെ സാരിത്തുമ്പേ തൂങ്ങി നടന്നിരുന്ന കുട്ടിയാ. ഒരു ദിവസം പോലും ഞങ്ങൾ മാറി നിന്നിട്ടില്ല. പണ്ട് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന സമയത്ത് ഞാനും പോട്ടെ അമ്മയെ ടൂറിനെന്നും പറഞ്ഞ് ഉത്സാഹത്തോടെ ഓടി വരും. ഞാൻ സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ ദിവസം എടുക്കും തോറും ആൾക്ക് വല്ലാത്ത വെപ്രാളവും പരവേശവും. ഒടുവിൽ അവൾ തന്നെ പറയും ഞാൻ പോകുന്നില്ല എന്ന്. അത്ര പോലും അവൾക്കെന്നെ പിരിഞ്ഞു നിൽക്കാനാവില്ല. പിന്നെ രമേച്ചി, നാളത്തേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട്. രാജേട്ടനോട് അതൊന്നും മേടിച്ചുകൊണ്ട് തരാൻ പറയണേ. അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, വിരുന്ന് നാളെ തന്നെ ആക്കി കേട്ടോ. അത് അവൻ്റെ കുറച്ച് ബന്ധുക്കൾ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അവർ പോകുന്നതിന് മുന്നേ വിരുന്ന് വെക്കണമെന്ന് പറഞ്ഞു.